ഈവനിങ് ആകുമ്പോൾ നമുക്ക് ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നുന്ന പതിവല്ലേ? അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് നമുക്കൊരു മസാല കടല ഉണ്ടാക്കാമെന്ന്. വായിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കറുമുറ കടിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ആണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്താണെങ്കിൽ പറയുകയും വേണ്ട. അപ്പം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു മസാല കടല വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം. മസാല കടല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ നിലക്കടല അളന്നെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിലാണ് കടല അളന്നെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടല എടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ച കടലയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചീത്ത കടല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ എടുത്ത് മാറ്റിക്കോണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ എല്ലാം ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ ആ ചീത്തയായിട്ടുള്ള കടലയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഈ കടലയിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം പൊടി ഇല്ലെങ്കിൽ ചതച്ചതായാലും മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ തന്നെ കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മുളക് പൊടി ഉപ്പും എല്ലാം ഈ കടലയിലേക്ക് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവിന്റെ പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് മസാല കടല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി എടുക്കുന്നത്. കടലമാവ് അരിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ആദ്യം തന്നെ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാവ് അങ്ങോട്ട് നീണ്ടു പോകും. അന്നേരം നമ്മൾ ഈ കടല ഉണ്ടാക്കുന്ന സമയത്ത് മസാലയൊന്നും ഇതിൽ നന്നായിട്ട് കോട്ടായി കിട്ടത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് ഒരുപാട് അങ്ങോട്ട് നീണ്ടു പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം ഇതിരിക്കാനായിട്ട്. ഇനി അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ കടലയിലേക്ക് മസാലയും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോരോ കടലകളായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ കടലമാവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കൈ ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ കൈ കഴുകിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഒന്നിച്ചിട്ട് കൊടുത്ത് എല്ലാം കൂടെ അങ്ങ് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പല ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കടല എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു കട്ട പോലെ ആയിട്ട് വരും. അത് മാത്രമല്ല അതിൻ്റെ മസാലയെല്ലാം കോട്ടിംഗ് എല്ലാം വിട്ടു പോകുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഈ മസാല കടല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പത പോലെ വരുന്നതായിരിക്കും. അതിൻ്റെ പതയെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം വേണം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമ്മളിത് ഏതെങ്കിലും ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പതുക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് വിടിയിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് നേരം കടന്ന് എണ്ണയിലിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മസാലയൊക്കെ കളർ ഒന്ന് ചേഞ്ച് ആയി ഒരു നല്ല ഡാർക്ക് ബ്രൗൺ ആവും. അതുകൊണ്ട് ഇതൊന്ന് മൂത്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു സൗണ്ട്, അതായത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം തന്നെ നമുക്കിത് കോരി മാറ്റാം. ഒത്തിരി നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് കോരി മാറ്റി കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ ഇതൊന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം അങ്ങനെ കടലയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ കടലയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ക്രിസ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും ഒക്കെ തന്നെയാണ്. ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്ക് നല്ല വെവ്വേറെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ നന്നായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാതിരിക്കുന്നതാണ്. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുവാണെങ്കിലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.